കെ.സി. വേണുഗോപാലിന്റെ സാധ്യത ഇതുകൊണ്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും 3 പേരാണ് മത്സരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിമിഷം മുതൽ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ. അന്ന് ഉയർന്ന ഒരു ചോദ്യമുണ്ട്. MLA അല്ലാത്ത, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത കെ.സി. വേണുഗോപാൽ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളത്. കോൺഗ്രസിന്റെ പാരമ്പര്യം പരിശോധിച്ചാൽ, കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യം 2018 രാജസ്ഥാനിലേക്ക് പോകാം. അവിടെ എന്താണ് സംഭവിച്ചത്? സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരമേൽക്കുകയും ചെയ്തു. എന്നാൽ സച്ചിൻ പൈലറ്റ് ആയിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്, മറിച്ച് അശോക് ഗെഹ്ലോട്ടാണ് സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയാക്കി. 2021 പഞ്ചാബിലേക്ക് വന്നാൽ അവിടെയും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 2 നേതാക്കന്മാർ തമ്മിൽ കടുത്ത മത്സരം. പക്ഷേ മുഖ്യമന്ത്രിയായത് മൂന്നാമതൊരാളാണ്. അമരീന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധുവും തമ്മിലായിരുന്നു അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. എന്നാൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയത് ചരൺജിത് സിംഗിനെയായിരുന്നു. 2022 ഡിസംബറിൽ ഹിമാചൽ പ്രദേശിലും സമാനമായി കോൺഗ്രസ് ചരിത്രം ആവർത്തിച്ചു. അന്ന് പ്രതിഭ സിംഗ് ആയിരുന്നു അവിടെ കോൺഗ്രസിനെ നയിച്ചത്. പ്രതിഭ സിംഗ് ഹിമാചൽ പ്രദേശിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള അന്തരിച്ച വീർഭദ്ര സിംഗിന്റെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സഹതാപ തരംഗം കൂടി കിട്ടി. അങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ 2022 ഡിസംബറിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും പ്രതിഭ സിംഗ് ആയിരുന്നില്ല അവിടെ മുഖ്യമന്ത്രിയായത്, മറിച്ച് സുഖ്വിന്ദർ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു നേതാവായിരുന്നു. അവിടെയും ഇത്തരത്തിലുള്ള പാരമ്പര്യം കോൺഗ്രസ് കാത്തുസൂക്ഷിച്ചു. അതായത് തെരഞ്ഞെടുപ്പിൽ നയിച്ച, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളാണ് മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ഇൻഡയറക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരെ അല്ല പലപ്പോഴും കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുന്നത്, മറ്റൊരാളെയാണ് എന്നുള്ള പാരമ്പര്യമാണ് 2022 നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 2023 മെയ്യിൽ കർണാടകയിലേക്ക് വരാം. അവിടെ DK ശിവകുമാറിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വൻ ഭൂരിപക്ഷത്തിൽ അവിടെ കോൺഗ്രസ് അധികാരമേറ്റു. എന്നാൽ DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയായില്ല, മറിച്ച് മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യ ആയിരുന്നു. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ചരിത്രം പ്രഖ്യാപിച്ചാൽ സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിമാരല്ല മുഖ്യമന്ത്രിമാരാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിമാരായി അവതരിക്കുന്നുവെങ്കിൽ അതായിരിക്കണമെന്നില്ല സത്യം, മറിച്ച് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കോൺഗ്രസിന്റെ ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് കെ.സി. വേണുഗോപാലിന് അനുകൂലമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി പരിശോധിക്കാം. MPമാർ ബഹുഭൂരിപക്ഷം പേരും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. കെ. സുധാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് MPമാരാണ് ഒറ്റക്കെട്ടായി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള കരുനീക്കം നടത്തുന്നത്. മറ്റൊന്ന്, ബഹുഭൂരിപക്ഷം MLAമാരും കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ കൂടി ഭാഗമാണ്. അത്തരത്തിൽ ഈ MPമാരുടെയും MLAമാരുടെയും ഹൈക്കമാൻഡിന്റെയും പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സാധ്യത കൂട്ടുന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ഈ ഒരു പാരമ്പര്യം കൂടി അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.